നമസ്കാരം. ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിൻ്റെ മകൻ ശക്തമായ പോരാട്ടം നടത്തിയ പുതുപ്പള്ളി ഒരിക്കലും ചാണ്ടി ഉമ്മനെ കൈവിട്ടിട്ടില്ല. ഇത്തവണ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ്റെ വിജയം എന്ന് പറയുന്നത്. 84,031 വോട്ടുകളാണ് ചാണ്ടി ഉമ്മൻ നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി CPIഎമ്മിൽ KM രാധാകൃഷ്ണനായിരുന്നു. 31,124 വോട്ടുകളാണ് നേടിയത്. അതായത് 52,907 വോട്ടുകൾ, 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ അവിടെ ജയിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വക്താനമായിരുന്നു. 11,544 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് അതിന് മുൻപ് 2021 ഉമ്മൻചാണ്ടി ആയിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് അവിടെ ജയിച്ചു വന്നത്. 2021 ഉമ്മൻചാണ്ടി ജയിച്ചു. 63,372 വോട്ടുകൾക്കാണ്. അന്ന് ജെയ്ക്സി തോമസ് ആയിരുന്നു CPIഎമ്മിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു യുവ നേതാവാണ് ജെയ്ക്സി തോമസ്. ജെയ്ക്കിനെയായിരുന്നു അവിടെ നിർത്തിയിരുന്നത്. ജെയ്ക്ക് അന്ന് 54,328 വോട്ടുകൾ പിടിച്ചു ഉമ്മൻചാണ്ടിയോട് മത്സരിച്ചിട്ട്. പക്ഷേ ജയിച്ചത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. BJP N ഹരിയായിരുന്നു BJP സ്ഥാനാർത്ഥി. 11,694 വോട്ടുകളാണ് അന്ന് നേടിയത്. 2016 ഉമ്മൻചാണ്ടി തന്നെയാണ് ജയിച്ചത്. 71,597 വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത്. അന്നും ജെയ്ക്കായിരുന്നു. ജെയ്ക്കിന് ലഭിച്ച വോട്ടുകൾ 44,505 വോട്ടുകളായിരുന്നു ജെയ്ക്കിന് ലഭിച്ചത്. അന്ന് BJP സ്ഥാനാർത്ഥി ജോർജ് കുര്യനായിരുന്നു. അദ്ദേഹം അന്ന് 15,993 വോട്ടുകളാണ് അന്ന് ലഭിച്ചത്. 2011 ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. അദ്ദേഹം അന്ന് 69,922 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അന്ന് CPIഎം സ്ഥാനാർത്ഥി സുജ സൂസൻ ജോർജ് ആയിരുന്നു. 36,667 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി P സുനിൽകുമാർ ആയിരുന്നു. 6,679 വോട്ടുകളാണ് നേടിയത്. ഇപ്രാവശ്യം വോട്ടെണ്ണുന്ന സമയത്തൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ തുടക്കം മുതൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ നിൽക്കുകയായിരുന്നു. ഒരു റൗണ്ട് പോലെ എണ്ണുമ്പോഴും അദ്ദേഹം പുറകിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ സവിശേഷത.